ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സോണിയ ജിനേഷ്. അപ്പോൾ ഇന്ന് അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചിക്കൻ പാർട്സ് ഇല്ലേ, അതിൻ്റെ ഒരു അടിപൊളി റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ പാർട്സ് വാങ്ങിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നല്ല എന്നാ പറയുന്നത്, ഇപ്പോൾ അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റോസ്റ്റാണ്. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. അതിനായിട്ട് നമ്മൾ ചിക്കൻ്റെ പാർട്സ് എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കത് വാലയ്ക്ക് വെച്ച് വെള്ളം പോകാൻ വേണ്ടി വാലയ്ക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് പൊട്ടിക്കുക. അത് കഴിഞ്ഞ് ഞാനിവിടെ ഉള്ളിയും കുറേയേറെ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. സബോള കുറച്ചാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് എന്നിവയെല്ലാം എടുത്തിട്ടുണ്ട്. കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ആ പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഒരല്പം ഉപ്പുപൊടിയും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് അതൊന്ന് വയന്ന് വരുമ്പോഴേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടിയും ഗരം മസാല, പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി എല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അത് നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കാം. മൂപ്പിച്ച് സബോളയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ആയിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വളരെ സിമ്പിളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഈ ടച്ചിങ്സിനൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ അതിനുശേഷം നമ്മുടെ ഉള്ളിയെല്ലാം വയന്ന് വരുമ്പോഴേക്കും നമ്മൾ വാലയ്ക്ക് വെച്ചിരിക്കുന്ന ചിക്കൻ പാർട്സ് എല്ലാം കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഞാൻ ഒത്തിരി വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പം അടിപൊളി സിമ്പിളായിട്ടുള്ള ഒത്തിരി റെസിപ്പീസ് ഉണ്ട്. എല്ലാവരും ഒന്ന് കയറി കാണണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മുടെ ചിക്കൻ പാർട്സും കൂടി അതിലേക്ക് ചേർത്ത് നമുക്ക് അത് മൂടി വെച്ച് വേവിക്കാം. ആദ്യം ഒരു ഇച്ചിരി നല്ല ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം തിള വന്നതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് അത് വേവിച്ചെടുക്കാം. അപ്പം കുറച്ച് നേരം മതി. ഒത്തിരി ചിക്കനൊക്കെ വേവുന്നതിൻ്റെ അത്രയും നേരമൊന്നും ഇല്ലേലും അത് നന്നായിട്ട് കുറുകിയെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്തെടുത്തത്. അപ്പം അത് തിളയ്ക്കുന്നതനുസരിച്ച് നല്ല സ്മെല്ല് വരും. അപ്പോൾ അങ്ങനെ കുറേ നേരം കഴിയുമ്പം വെള്ളം എല്ലാം പറ്റി നല്ല പെരണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ പാർട്സിൻ്റെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റ ബൈ ബൈ, സീ യു സൂൺ.